ഹലോ ഗൈസ്, ഇന്നാണ് നമ്മളാണെങ്കിൽ നമ്മുടെ ഈ കട്ടില് ഇവിടെയാണ് കുറച്ച് കാശൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കാശൊക്കെ ഉണ്ടാവുന്ന സ്ഥലം ആദ്യമേ നമ്മുടെ ബെൻസിന് മീറ്റപ്പ് ഉണ്ട്. ആദ്യമേ നമ്മുടെ ഇതിൽ മെക്ലാറിന് മീറ്റപ്പ് ഉണ്ട്. ആദ്യം വന്നു ബെൻസിന് മെക്ലാറിനെ എടുത്ത മെക്ലാറിന്റെ സ്ഥലം വരും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഡിയമിന്റെ അടുത്തോട്ട് കൈ വെക്കട്ടെ. ഓക്കെ, നേരെ പോവാൻ കളിച്ചു. ഈ വേട്ടാവളിയെ കൊണ്ടുവരാൻ തോറ്റേട പണി തരാണ്. ഈ വേട്ടാവളി മെക്ലാറിന്റെ പാപ്പ കണ്ട കഴിച്ചു. അല്ല, നമ്മുടെ മെക്ലാറിനോട്ട് വരാം. എപ്പോഴും തോന്നുമ്പോ നമ്മുടെ കൊടുത്തില്ല. ഞാൻ കൊടുക്കാൻ താല്പര്യമില്ല. കൊടുക്കണം കൊടുത്തന്നെ ഞാൻ ഇറക്കിയില്ലേ. പണി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് അവനാ ബെൻസ് കാണും. നമ്മുടെ പയ്യന് ബെൻസ് കാണും. അവനാണെങ്കിൽ ബെൻസ് കാണും. അവനെന്തോ ബെൻസല്ല, M4 കാണും. ഞാൻ ആദ്യമേ പറഞ്ഞ് തരത്തില്ലെന്ന്. പക്ഷെ അവൻ പറഞ്ഞ് അവന്റെ രാത്രി വരെ ഉറങ്ങാൻ വേണം ഒരു ശല്യപ്പെടുത്തുക. എനിക്ക് ബെൻസില്ല, BMW വേണം 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 വേണം. ഞാൻ എനിക്ക് ആ ബഹളം കാരണമാണെങ്കിൽ സൗണ്ട് ബെൻസ് വേണോന്ന്. എനിക്ക് അവിടെ ഇരുന്നോട്ട് ബെൻസ് വേണം ബെൻസ് വേണം ബെൻസ് വേണം. അതിന് ഫുൾ ടൈം ബെൻസ്. അങ്ങനാണെങ്കിൽ എവിടെയും ഇരുത്താൻ അവനെ സമ്മതിക്കില്ല. അവന്റെ അടുത്ത് കൊടുക്കാം. എനിക്ക് അല്ല ബെൻസല്ല, BMW കൊടുത്തപ്പോഴേ ഞാൻ കാരണം അവിടെ എന്റെ ആദ്യത്തിന് വണ്ടി ആയതുപോലെ കഷ്ടമാണെന്ന് അറിയത്തില്ല. അവനെ കൊണ്ട് ആദ്യത്തെ വണ്ടി ഇറക്കിയ പണിയിട്ട് അപ്പൊ തന്നെ അവന് വണ്ടി വേണം. ഇനി അവന് വണ്ടി വെച്ചാൽ അവന് എടുത്തു കൊല്ലില്ലേ. വണ്ടി കിട്ടും. എടാ, ഈ മറ്റേ തന്നെ ഇറങ്ങട്ടെ. ഇപ്പനായിട്ട് തരാം കേട്ടോ, ഇപ്പൊ തരാം. വേണോ വേണോ മെക്ലാരൻ വേണോ മെക്ലാരൻ വേണോ? വേണോ വേണം. ആടാ വേണം. വേണ്ട വേണ്ട. അയ്യേ, ഇതൊന്നും കണ്ടിട്ട് ചാവും. ഇതുകൊണ്ട് ചാവും. കേക്കി കൂടി വേണോ? ഞാൻ ചാവും. തലക്കിട്ട് ഞാൻ ഡെയിലി പോയില്ല. വലിയ ക്യാൻസറാന്ന് തോന്നുന്നത് നാട്ടിലുള്ള എല്ലാവർക്കും. അതുകൊണ്ടറിയാം. ഇവരാണെങ്കിൽ ഇല്ല, മാജിക്കലാണ്. ഇതിനെ കാണാൻ പറ്റില്ല.
എത്തു കിട്ടുമ്പോ എടാ എടാ വേറെ ഇറങ്ങടാ നീ. ഓക്കെ ഇറങ്ങി വാ. മാജിക്കൽ ആയതുകൊണ്ട് ആർക്കും അറിയത്തില്ല. ആരടാ ആ മാജിക്കൽ ആടെ വേറെ ആർക്കും അറിയത്തില്ല മാജിക്കൽ. എനിക്കറിയാം ഞാൻ നിനക്ക് അറിയത്തില്ല. അവൻ ഇരിക്കും വരെ വിളിക്കുന്നേ എന്റെ കാറ് അവന് എന്റെ സിസ്റ്റർ അവന്റെ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് AK-47 വെച്ചടിച്ചായിട്ട് അവൻ ചത്തു. പിന്നെ AK-47 അടിച്ചിട്ട് അവനെ കൊന്നു. AK-47 കൊന്നു. അവിടെ അവൾക്ക് വല്ലാത്ത ശല്യമായി. ഞാൻ അവന് M4 കൊടുത്തായിരുന്നു. ഈ കാറിന് M4 ഞങ്ങളുടെ കണ്ടാറ്. അത് പിന്നെ പിറ്റേ രാവിലെ ആയപ്പോ അവൻ ചോദിച്ചു. പിന്നെ അപ്പൊ ഞാൻ കൊടുത്തില്ലായിരുന്നു. പിന്നെ അതെനിക്ക് രാത്രി ആയപ്പോഴും അവൻ വന്നു. അത് അപ്പൊ എനിക്ക് കൊറേ വല്ലാത്ത എനിക്ക് ശല്യമായി. ഞാൻ നോക്കി നിന്റെ കൂടെ എടുത്ത് കൊടുത്തേ. നിന്റെ കൂടെ ഉണ്ടെങ്കിലോട്ടോ അല്ല നീന്റെ പറഞ്ഞ നമ്മുടെ ഷോറൂമിലോട്ട് പോകണം. എവിടെ വെച്ചാൽ നമ്മളെ മെക്ലാൻ അല്ലടാ. മെക്ലാൻ ആടാ. മെക്ലാൻ എന്ന് വെച്ചാൽ മെക്ലാൻ. ഓ മെക്ലാൻ എന്താ അവിടെ നന്നായിട്ടറിയോ എന്തോ മൂട്ടടി എന്തായാലും തട്ടി ഉടഞ്ഞു. അടി ഉടഞ്ഞു. അതടിക്കും നല്ല ജിലിക്കൂടെ ഇവിടെ കൊണ്ട് ആക്കാനാണോ എന്റെ വിളിക്കുന്നത്? ആളാനെ കൊണ്ട് ആക്കാനാ ഇവിടെ കൊണ്ട് ആക്കാൻ എനിക്ക് എന്തിനാണ് അല്ലടാ നീ നിൽക്കും. ഓക്കെ അതുകൊണ്ടേ നിൽക്കില്ല. എന്റെ വണ്ടിന്റെ അലവ് ഒന്ന് കളർ ചെയ്തിട്ടെ. ഏത് കളർ അടിക്കുന്ന? പച്ച അടിയ. പച്ചയോ മൊത്തം ഡാറ്റ് വെച്ച് ഡാറ്റ് വെച്ച് കിട്ടിയപ്പോ നേരെ പോകുന്നുണ്ട്. അവിടെ ഇപ്പൊ അടിച്ച് കിടന്നേ ആ ടെമ്പോ
സോമൻ വണ്ടി നമുക്ക് ഇങ്ങനെ പാർട്ടി അവരുടെ പാർട്ടി പാർട്ടിക്ക് നമുക്ക് വെച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്ന വണ്ടി നമ്മുടെ എടുക്കരുത്. നമ്മളല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എമ്മിലെ അമ്മ M4 പശുവില്ലേ അവന്റെ വാപ്പയാണെങ്കിൽ വണ്ടി കൊണ്ട് വിറ്റെടുത്താവും. വണ്ടി കൊണ്ട് ചാമ്പിച്ചെടുത്താവും. ചാമ്പി മൊത്തം സ്ക്രാച്ചാക്കി കൊണ്ട് വീട്ടിയിട്ടിരിക്കും. അന്നത്തെ പഴയ അംബാസഡർ പോലെ വണ്ടി എടുത്ത് വീട്ടിയിട്ടിരിക്കുന്നു. ഒന്നുകൂടി അച്ഛനായിരുന്നു അംബാസഡർ പോലെ എടുത്തിട്ടിരിക്കുന്നു. മൊത്തം തുരുമ്പടിച്ച് വേറെ ഒരു അംബാസഡർ M4 മാറ്റി പോലെ മൊത്തം കിട്ടി. അക്കി വെച്ച് ഞാൻ കണ്ടിട്ട് അവന്റെ അമ്മയാക്കിയില്ലേ ഫോട്ടോ നോക്കി മോനെ പൊളിയാണെന്ന് അപ്പ അത് മൊത്തം മോനെ പൊളിയാണെങ്കിൽ എന്റെ വണ്ടികൾക്ക് പണി കിട്ടത്. നമ്പർ ലൈറ്റ് കണ്ടാൽ തന്നെ അറിയാം. 4 ആയിരുന്നു. എന്റെ വണ്ടി എടുത്തോട്ട് അവൻ എന്തുപോലെ കഷ്ടമാണ്. എന്റെ വണ്ടി ചോദിച്ചിട്ട് പേടിപ്പിക്കുന്നത് എന്റെ വണ്ടി എടുത്തിട്ടുണ്ട്. എന്റെ വണ്ടി നിന്റെ വണ്ടിയാ പറഞ്ഞത്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് വട്ട എന്റെ അച്ഛന് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ച അപ്പൊ തന്നെ ആ വണ്ടി പണി ചെയ്തിട്ട് വല്ല അംബാസഡർ പോലെയല്ല ആക്കിയിരിക്കുന്ന. ആ പണ്ടത്തെ BMW പോയിട്ട് ആ BMW പോലെ ആക്കിയിട്ടിരിച്ചു. എനിക്ക് അങ്ങനത്തെ BMW ഒന്നും ഇഷ്ടമല്ല. കാരണം കണ്ടാൽ തന്നെ ഇഷ്ടമല്ലേ. മോനെ എങ്ങനെയുണ്ട് പൊളിയല്ലെന്നൊക്കെ ചോദിക്കുന്ന ആ കിറ്റ് എല്ലാം മാറ്റി വെച്ചിരിക്കും. ശരിക്കും അത് M4 അതിന് നാട്ടുകാർ വരെ ഷോ നടക്കും. ഞാൻ മൊത്തം പറഞ്ഞു നോക്കും. ഈ പരിപാടിയൊക്കെ ഉണ്ട്. എവിടെങ്കിലും പോവാ ചുമ്മാ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോകും. ചുമ്മാ പോലീസ് സ്റ്റേഷനിലും പോവുക. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നമുക്ക് വേറെ
ഇറങ്ങുക. അവന്റെ തിരിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എടാ പ്രാണികൾ എടാ എല്ലോടും പെർഫെക്റ്റ് ആ എല്ലാണോ പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഞാൻ വരുമ്പോ മാത്രം എന്ത് പരിപാടി ക്ലിയർ ആയിട്ടുണ്ടോ കേട്ടോ. വണ്ടിക്ക് കച്ചി പെൻസ് അതെന്താടാ ഇന്നലെയും കണ്ടല്ലോ. അങ്ങോട്ട് എടാ എങ്ങനെ കുറിച്ച് അങ്ങനെയും ഇനി അങ്ങനെ പറഞ്ഞാലില്ല. ഞാൻ നിന്റെ ബോസ് ഇന്നലെയാണ് നിന്റെ കേട്ടിയത്. ഇവിടെ വീട്ടിൽ പഞ്ചറാക്കി ഞാൻ പുറത്തിറക്കും കേട്ടാ. എനിക്കിവിടെ കംപ്ലൈന്റ് ഒന്നും ഇല്ലടാ. കംപ്ലൈന്റ് ഒന്നും ഇല്ലടാ. അതാരോടെ ചെയ്തിരിക്കുന്ന നിന്റെ അടിച്ചു കൊല്ലുന്നു. കംപ്ലൈന്റ് ഒന്നും ഇല്ലേ പോലീസേ? നിന്റെ അടുത്ത് ഞാനാണെങ്കിൽ ജോലി എടുക്കാൻ പറഞ്ഞാലും എന്റെ സീറ്റിൽ കയറി ഇരിക്കേണ്ടി. കുഴപ്പമില്ല, എന്റെ സീറ്റ് ഇരുന്നേ. ഈ കൊണ്ട് സാധനങ്ങളെ പൊട്ടി ഇവിടെ മരിച്ചിട്ടില്ല. എന്റെ നടത്തറിയായും ഇരിക്കണ്ട. അവിടെ ചവിട്ടി കിടക്കൊക്കെ വീഴും. അതിന്റെ കാലത്ത് അവിടെ ഇരിക്കാതിരിക്കും. ഞാൻ ബോസ് ലീവാണെന്ന് തോന്നുന്നു. കൊല്ലുണ്ടായിരുന്നു. ആശുപത്രി കൊണ്ടുപോകും. ഹലോ ആംബുലൻസിന് പോകും. ഹലോ ആംബുലൻസ്, എന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആള് മരിച്ചിട്ടോ. പെട്ടെന്ന് വരുവാ. ഓക്കെ, ഞാനിപ്പോ പെട്ടെന്ന് വരാം. ഓക്കെ, എന്നാ ശരി. പെട്ടെന്ന് വരൂലേ? അപ്പാച്ചീനാണെങ്കിൽ അപ്പാച്ചീനെ ഞാൻ വിളിച്ചു. അവന് എപ്പ വരുമെന്ന് സ്റ്റാർ മാത്രം ഉണ്ടെങ്കിൽ എടാ കൊള്ളാലോ. എടാ പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം നിന്റെ സർക്കാരുള്ള സ്ഥലമൊന്നുമല്ല. പോലീസ് സ്റ്റേഷനിൽ ഇട്ടോണ്ട് ബൂട്ട്സ്. പോലീസ് സ്റ്റേഷനിൽ ബൂട്ട്സ് ഒന്നും ഇട്ടോണ്ട് വരാൻ പറ്റൂല. ഇട്ടോണ്ട് വന്ന കുഴപ്പമൊന്നും ഇല്ല. സാറേ ഇത് ബൂട്ട്സ് അല്ല, ചെരുപ്പാ, ഷൂ. ഇതേപോലത്തെ ഷൂ ആണ് സാറേ. ഇങ്ങനത്തെ ഷൂ ഒക്കെ ഉണ്ട്. സാറിന് അറിയാത്ത ശരി. ഇതെന്തുവാണോ നീ എന്റെ ചെളി വരെ ചവിട്ടിയാ? ഇവിടെ ചെളിയൊന്നും ഇല്ലല്ലോ. അയ്യോ സാറേ, അറിയാതെ ഇട്ട് പോയത് സാറേ. സാറിന്റെ മുന്നിൽ കടന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഇതാരാ ഇവിടെ ഇരിക്കുന്നത്? അവന് നോക്കട്ടെ. ഇതെവിടെയോ കണ്ടു പരിചയോ. സാറേ, ആ സോമനൊന്നും അല്ല. ഇവിടെ എവിടെയോ ഉണ്ടെങ്കിൽ പരിചയം ഉണ്ടോടാ? എടാ നീ സോമനല്ലേ? അല്ല. എടാ അപ്പൊ സോമന എവിടെയാടാ? സോമന സാറേ ഇവിടെ ഇരിക്കുന്നു. എടാ സോമ, നീ എന്താടാ അവിടെ കിടന്ന് ഇവിടെ ഇരിക്കുന്ന? ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന്. അതെന്നെ അറിയാതെ.